ഹലോ ഗൈസ്, പത്രമാരുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജ രാവിലെ തന്നെ ചെന്ന് ദേവയാനിയുടെ പുറകെ ചെന്ന് ആദർശിനെ എന്നതിനെയും പറ്റി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പറയുന്നുണ്ട്, കല്യാണം വിളിക്കാമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷേ ഉറപ്പായിട്ടും അവളുടെ വീട്ടിലോട്ടായിരിക്കും പോയെന്ന് ദേവയാനിയോട് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയാം, അതൊന്നുമല്ല, ആദർശ് കല്യാണം വിളിക്കാൻ വേണ്ടി കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ പോയെന്ന് പറയുവാണ്. ആ സമയത്ത് പിന്നെയും ദേവയാനി പറയാം, ഏടത്തേക്ക് സംശയം ഉണ്ടെങ്കിൽ ഏടത്തി ഒന്ന് വിളിച്ച് നോക്ക്, അപ്പോൾ എന്തായാലും അറിയാമല്ലോ ഞാൻ പറയുന്നതാണ് സത്യം എന്ന്. ആ സമയത്ത് ആദർശ് നയനയുടെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനിയുടെ കോള് വരുവാണ്. കോള് വരുമ്പോഴേ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇവിടെയൊന്ന് പറയണ്ടെന്ന്. അപ്പോഴേക്കും ആദർശ് പറയും, ഇന്നലെ കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് ആദർശ് ഫോൺ എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, കല്യാണം വിളിക്കാൻ വന്ന വഴിക്ക് നയനയുടെ വീട്ടിലൊന്ന് കയറിയത് അമ്മയെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേവയാനി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും നയന പറയാം, ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് പറയണ്ടെന്ന്, അമ്മയ്ക്ക് ദേഷ്യം വന്നില്ലേന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും ജലജ പറയാം, ഇടത്തി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, പണ്ടത്തെ ആദർശമൊന്നും അല്ല ഇപ്പോഴത്തെ ആദർശ് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുവാണ്, എന്തിനാ കള്ളം പറയുന്നത്, ചിലപ്പോൾ അമ്മ മുറ്റത്ത് വന്ന് വന്നിട്ടായിരിക്കും വിളിക്കുന്നത്, പിന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, ഇവിടെയെന്ന് പറയുന്നതിൽ എന്താ തെറ്റെന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ ചിരിച്ചിട്ട് പറയുക, അത് നേരെ പണ്ടമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കള്ളം പറയണ്ട എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ആദർശിനോട് പറയുവാണ്, എൻ്റെ മോൾക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, കല്യാണത്തിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ അവൾക്ക് ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുക, അമ്മ മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ നയനയും പറയുവാണ്, നേരെ അച്ഛൻ ആദർശാണ് ഇപ്പം എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദനും സന്തോഷമാവുകയാണ്. ഗോവിന്ദനും പറയുവാണ്, ഇനിയിപ്പം രണ്ട് മക്കളെ വലിയ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ട് മൂന്നാമതുള്ള ഒരാളെ ഉറപ്പായിട്ടും വലിയ വീട്ടിലോട്ട് വിടണം എന്നുള്ള കനകയുടെ ആഗ്രഹവും തീർന്നു. അർഹതയില്ലാത്ത വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കണം, അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആദർശനോട് പറയുവാണ് കേട്ടോ ഗോവിന്ദൻ. പിന്നെയും നമ്മുടെ ജലജ കുറേ കഴിയുമ്പം ദേവയാനിയുടെ പുറകെ നടന്ന് പറയുവാണ്, ഇപ്പം എങ്ങനെയായി ഇടത്തോടെ ഞാൻ പറഞ്ഞത്, നയന ഓരോ ഡിസൈനൊക്കെ വരച്ചു കൊടുത്ത് വലിയ ആളായി, ഇപ്പം അവൻ പറയുന്നത് അവൾ പറയുന്നത് മാത്രമേ അവൻ കേൾക്കുള്ളൂ എന്നൊക്കെ പറയുമ്പം ദേവേനി പറയാം, അവൾ ഡിസൈൻ വരച്ചു കൊടുത്തതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കമ്പനിക്ക് നേട്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ അതൊന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല, പക്ഷേ ആദർശ് ഞാൻ പറയുന്നത് കേൾക്കാണ്ട് പോകുമ്പോൾ മാത്രമേ എനിക്ക് കുഴപ്പമുള്ളൂ എന്ന് ദേവയാനി തിരിച്ച് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ജലജ പറയാണ്, ഇപ്പം പറയുന്നവരും ഉണ്ട്, ഇനി പറയാണ്ട് വരുന്നൊരവസ്ഥ ആവും, പിന്നെ ഇടത്തിന് അറിയോലും ചെയ്യുകയില്ലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവയാനിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. ദേവയാനി പറയണം, നീ നിൻ്റെ മോൻ്റെ കാര്യം നോക്ക്, അവൻ ഓൾറെഡി തലതെറിച്ച് നടക്കുമല്ലേ, എന്നെ എൻ്റെ വഴിക്ക് വിടുമെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനേനെയാണ്. നയന നന്ദുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, നീ എന്താ ഇവിടെ വന്ന് മാറിയിരിക്കുന്നത്, പണ്ട് ആദർശേട്ടൻ വരുമ്പോൾ നീ ഒരുപാട് സംസാരിക്കുന്നൊക്കെ അല്ലായിരുന്നോ, ഇങ്ങനെ മാറിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നും, പിന്നെ നിൻ്റെ മനസ്സിലിപ്പോൾ അനിയില്ല എന്ന് പറഞ്ഞിട്ട് അനിയില്ലെങ്കിൽ പിന്നെ നീ പഴയതുപോലെ ആവേണ്ടതല്ലേ, എന്താ നന്ദു ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ നയന. അപ്പോഴത്തേക്കും നന്ദു പറയുക, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നയന പറയുക, നീ ഇങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ അച്ഛനമ്മയെ നിന്നെ പിടിച്ച് കെട്ടിച്ചും കൂടെ വിടും എന്ന് പറയുമ്പം നന്ദു പറയാണ്, ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ, ഞാൻ ഇവിടെയെങ്ങാനും നിന്നോളാം, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുവാണ്. നയന പറഞ്ഞു, നേരത്തെ കെട്ടിക്കുന്ന ഒന്നും എനിക്ക് യോജിപ്പില്ല, നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം, അതാ നല്ലത്, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നത് തന്നെ നല്ലത് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുക, നീ എവിടെയെങ്കിലും പഠിച്ച് ഒരു ജോലിക്ക് കയറാൻ നോക്ക് എന്ന് പറയുന്നു. പിന്നെ ആ സമയത്ത് നമ്മുടെ ആദർശ് ഗോവിന്ദനോട് പറയുക, അനിയുടെ കല്യാണത്തിന് നേരത്തെ തന്നെ വരണം, അതാ ഞാൻ പ്രത്യേകം ഇവിടെ വന്ന് ക്ഷണിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്തൊന്ന് നയനയും നന്ദും കൂടെ അങ്ങ് വരുവാണ്. അപ്പോൾ നന്ദുവിനോട് ആദർശം പറയുക, എന്തായാലും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ, അവനും ആകെ അപ്സെറ്റാണ്, എന്താ കാര്യം എന്നറിയത്തില്ല, നേരത്തെ തന്നെ കല്യാണത്തിന് വന്നേക്കണം, അവനെ മണ്ഡപത്തിലോട്ട് നീയും നിൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർത്ത് വേണം ഇറക്കാൻ, അവൻ ഹാപ്പി ആയിട്ട് തന്നെ വേണം ഇറങ്ങാൻ എന്നൊക്കെ ആദർശ് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദുവിൻ്റെ ചങ്ക് ഭയങ്കരമായിട്ട് വിങ്ങുവാണ്, മുഖത്ത് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അവൾക്കൊന്നുമില്ല ആദർശേട്ടാ, അമ്മയൊക്കെ എവിടെയല്ല, അതിൻ്റെ വിഷമമേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശ് പറയുക, ഞാൻ പ്രത്യേകം പറയുക, തലേദിവസം തന്നെ വന്നേക്കണം, അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ തന്നെ നിങ്ങളവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അവരവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. അത് കഴിയുമ്പോൾ അവർ പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ നന്ദുവിനോട് പറയാം, അവർ പറഞ്ഞു കേട്ടല്ലോ, നമ്മൾ നേരത്തെ തന്നെ ചെല്ലണം, നീ എന്തായാലും അനിയുടെ കല്യാണത്തിന് അവനെ മണ്ഡപത്തിലോട്ട് സ്വീകരിച്ചിറക്കാൻ വേണ്ടി നീയും പോകണം, നീ അവിടെ ഏറ്റവും ഹാപ്പി ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉള്ളിലുള്ളത് മാറി കിട്ടുള്ളൂ എന്നൊക്കെ നന്ദുവിനോട് പറയുവാണ് ഗോവിന്ദൻ.
ആ സമയത്ത് ഗോവിന്ദനോട് നന്ദു പറയാണ്, എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് പറ്റുകയില്ലാത്ത, നീയല്ലേ പറഞ്ഞത് നിൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല, അനിയനെ നീ മറന്നു എന്ന് നിൻ്റെ ചേച്ചിക്ക് നീ വാക്ക് കൊടുത്തല്ലേ, പിന്നെ എന്തെങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയാം, മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ മറക്കുന്നുമുണ്ട്, ഞാൻ എൻ്റെ വാക്ക് മാറ്റി പറയുന്നതുമല്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഭാരമുണ്ടെന്ന് പറഞ്ഞ് വിഷമിച്ച നന്ദു അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇത് കണ്ട് ഗോവിന്ദൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ആദർശും നയനയും വണ്ടിയിൽ തിരിച്ചു പോകുന്ന വഴിക്ക് ആദർശം എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മയെക്കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുവാണോ, LKG കൊച്ചൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മമാരെ പേടിക്കുന്നതും ഭയപ്പെടുന്നതൊക്കെ നല്ലതല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് ആദർശ് പറയാം, ഇപ്പം അമ്മായിയമ്മയ്ക്കും മരുമക്കൾക്കും മരുമോനും ഒരേ സ്വഭാവമുള്ള കുടുംബങ്ങളൊക്കെ വളരെ വിരളമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും പ്രശ്നം ഉണ്ടാവാത്തതിന് കാരണം അമ്മായിമ്മ മാത്രമല്ല ഞാനും കൂടെയാണെന്നുള്ള രീതിയിൽ നയന ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം പറയാം, അത് ശരിയാ എന്ന് പറയുമ്പോൾ നയന പറയും, അതൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ മുത്തശ്ശനാണ് എല്ലാത്തിനും കാരണം, മുത്തശ്ശനുള്ളത് കൊണ്ടാണ് ഈ കുടുംബം ഒരു മാതൃകാ കുടുംബമായിട്ട് പോകുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശം പറയാം, അത് ശരിയാ, പണ്ടൊക്കെ മുത്തശ്ശനെ ഭയങ്കര ഭയമായിരുന്നു, മുത്തശ്ശൻ എവിടെയെങ്കിലുമൊക്കെ ബിസിനസ് ടൂറിന് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ്റെ വില മനസ്സിലായതും ഇപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് പോലും പോയി ഇരിക്കാത്തത് എനിക്ക് മുത്തശ്ശൻ ഈ അവസ്ഥയെ കാണാൻ കഴിയുകയില്ലാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞ് ആദർശം ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നയന പറയാണ്, ആദർശൻ്റെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് പുള്ളിക്കാരി പറയാം, അതിൻ്റെ ഒരു അല്പസ്നേഹം എനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ്. ആ സമയത്ത് ദേവയാനി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ആദർശ് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ വീണ്ടും വരുവാണ് കേട്ടോ. എന്നിട്ട് ഇടത്ത് ഇങ്ങനെ നോക്കിയിരുന്നു, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് ദേവയാനി ജലജോട് പറയാം, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ, നീ എന്തിനാ എൻ്റെ പുറകെ നടന്നിങ്ങനെ കുത്തുന്നത്, നിനക്ക് വല്ല നഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇടത്ത് എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ആദർശം നയനയും കൂടെ കയറി വരുന്നത്. അപ്പോൾ അകത്തോട്ട് കയറാൻ നേരത്തെ ആദർശം പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഉണ്ടെങ്കിലും മിണ്ടാണ്ടും കയറിപ്പോയാൽ മതി, അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദർശം പറയും, ഞാൻ നയനയുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് കയറിയതാണ് എന്ന് പറയുമ്പോൾ നയന പറയും, ഞാൻ പറഞ്ഞിട്ട് കയറിയതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി പറയും, ഇവള് പറയുന്നിടത്തൊക്കെ തുള്ളാനാണോ നീ നടക്കുന്നത് എന്നൊക്കെ ആദർശം പറയും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏത് പെങ്കൊച്ചാണെങ്കിലും അവർ വീട്ടിൽ പോയി നിൽക്കണം എന്നൊക്കെ ആഗ്രഹം കാണിക്കുമല്ലോ, നയന ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കാണിക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ജലജ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ദേവയാനി പറയണം, നീ നിൻ്റെ കാര്യം നോക്കി അകത്തോട്ട് പോകുക ജലജ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആദർശി പറയുന്നൊക്കെ കേട്ട് ദേവയാനി ആകെ കൂടെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു മരുമോള് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജലജ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ചോദിക്കുക, അപ്പോൾ ഇപ്പോൾ ഉള്ളത് രണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവയാനി പറയാം, ഇപ്പോൾ ഉള്ളത് മരുമക്കളൊന്നുമല്ല, ഈ വീട്ടിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന മരുമകൾക്ക് പാദസേവ ചെയ്യാനുള്ള ബാക്കി 2 പെണ്ണുങ്ങൾ മാത്രമാണെന്ന് പറയും കേട്ടോ. ഇത് കേട്ട് നയന വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.